Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. കഠിനമായ ശാരീരിക വേദനയെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് കലയോടുള്ള അഭിനിവേശം കാത്തുസൂക്ഷിക്കുന്ന സിയ ഫാത്തിമയ്ക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരിക്കാൻ വഴിയൊരുങ്ങുന്നു. വാസ്കുലൈറ്റിസ് എന്ന ഗുരുതരമായ രോഗാവസ്ഥയോട് മല്ലിടുന്ന പടന്നയിലെ സിയയുടെ കലോത്സവ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചു. കാസർഗോഡ് പടന്ന VKP KHM MRVHSSലെ മിടുക്കിയായ വിദ്യാർത്ഥിനിയാണ് സിയ. സംസ്ഥാന കലോത്സവത്തിൽ അറബിക് പോസ്റ്റർ ഡിസൈനിങ്ങിൽ മാറ്റുരയ്ക്കാൻ സിയ യോഗ്യത നേടിയിരുന്നുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ യാത്രയ്ക്ക് തടസ്സമാവുകയായിരുന്നു. യാത്ര ചെയ്യുന്നത് ജീവന് തന്നെ ഭീഷണിയായേക്കാമെന്ന ഡോക്ടർമാരുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് തൃശൂരിലെ വേദിയിലെത്തി മത്സരിക്കാൻ സിയയ്ക്ക് സാധിക്കില്ലായിരുന്നു. സിയയുടെ സങ്കടം നിറഞ്ഞ സന്ദേശവും സ്കൂൾ അധികൃതരുടെ അപേക്ഷയും പരിഗണിച്ചാണ് സംസ്ഥാന സർക്കാർ മാനുഷികമായ ഇടപെടൽ നടത്തിയത്. മത്സര സമയം ശനിയാഴ്ച രാവിലെ 11 മണി. വേദി തൃശൂർ CMS HSS വേദി 17. വീഡിയോ കോൺഫറൻസിംഗിലൂടെ സിയയ്ക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഓൺലൈനായി മത്സരം നിരീക്ഷിക്കുകയും മൂല്യനിർണ്ണയം നടത്തുകയും ചെയ്യും. തന്റെ രോഗാവസ്ഥയെ നിശ്ചയദാർഢ്യം കൊണ്ട് മറികടക്കുന്ന സിയയുടെ പോരാട്ടം കലോത്സവ വേദിക്ക് പുത്തൻ ഊർജമാകും. സിയയുടെ സ്വപ്നങ്ങൾക്ക് ഈ പ്രത്യേക ഉത്തരവ് ഒരു വലിയ കൈത്താങ്ങാവുകയാണ്. രോഗപീഠകൾക്കിടയിലും തളരാത്ത മനസ്സിനെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുകയാണിപ്പോൾ കലാലോകം. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന 19ാമത് കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക സീനിയർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ തുടക്കമായി. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ പയ്യന്നൂർ നോർത്ത് മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന 19ാമത് കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക സീനിയർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് പയ്യന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ സ്റ്റേഡിയത്തിൽ തുടക്കമായി. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 19 വർഷമായി വലിയ ആവേശത്തോടു കൂടിയാണ് ഈ ഫുട്ബോൾ മേള നല്ല സംഘാടനത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കളിയിടങ്ങൾ ഇതുപോലെ സജീവപ്പെടുത്തുക എന്നുള്ളത് ഡിവൈഎഫ്ഐ കൂടി ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഡിവൈഎഫ്ഐ അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തുകൊണ്ട് തന്നെ ലഹരിക്കെതിരായി കളിയിടങ്ങളെ സജീവപ്പെടുത്താൻ വേണ്ടി മുൻ ഇന്ത്യൻ താരം M സുരേഷ്, സന്തോഷ് ട്രോഫിയിൽ സർവീസ് ടീമിനെ പ്രതിനിധീകരിച്ച T സുരേഷ്, നാഷണൽ അണ്ടർ-20 ടൂർണമെന്റിൽ കേരളത്തിനായി മത്സരിച്ച പയ്യന്നൂർ PFAയിലെ അഭിരാം ഉണ്ണികൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 16 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. ആദ്യ മത്സരത്തിൽ കനേഡിയൻ ബോയ്സ് ടൗൺ FC തൃക്കരിപ്പൂരും മെഴ്സി ഹോളിഡേയ്സ് മയിലും ഏറ്റുമുട്ടി. ചാമ്പ്യന്മാർക്ക് കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക സ്തൂപത്തിന്റെ മാതൃകയിലുള്ള എവർ റോളിംഗ് ട്രോഫിയും T ഗോവിന്ദൻ സ്മാരക സ്ഥിരം ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനിക്കും. രണ്ടാം സ്ഥാനക്കാർക്ക് PS മണി സ്മാരക റോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിലുണ്ടായ വാഹനാപകടത്തിൽ തെരുവ് വിളക്ക് തകർന്നു വീണു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട വാഹനം മേൽപ്പാലത്തിലെ തെരുവ് വിളക്കിൽ ഇടിക്കുകയായിരുന്നു.
പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിൽ വാഹനമിടിച്ച് തെരുവ് വിളക്ക് തകർന്നു വീണു. ഇതോടെ വലിയ അപകട ഭീഷണിയാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് അപകടം നടന്നത്. കർണാടക സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം. നിയന്ത്രണം വിട്ട വാഹനം മേൽപ്പാലത്തിലെ തെരുവ് വിളക്കിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വിളക്ക് പൂർണ്ണമായും തകർന്നു വീണു. നിലവിൽ തെരുവ് വിളക്കുകൾ പ്രകാശിക്കാത്തതിനാൽ യാത്രക്കാർ ഏറെ പ്രയാസപ്പെട്ടാണ് കടന്നുപോകുന്നത്. രാത്രിയിൽ മേൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്ക് റോഡ് വ്യക്തമായി കാണാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഇത് മുൻപും നിരവധി അപകടങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടെന്ന് ജനങ്ങൾ പറയുന്നു. അധികൃതർ ഇടപെട്ട് തകർന്ന തെരുവ് വിളക്ക് മാറ്റിസ്ഥാപിക്കുകയും തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നീതി തേടിയെത്തുന്നവർക്ക് തണലായി കോടതി വരാന്തകളിൽ 5 പതിറ്റാണ്ട്. നിയമത്തിന്റെ വഴിയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി അഡ്വക്കേറ്റ് കെ വിജയകുമാർ തന്റെ അഭിഭാഷക ജീവിതത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്നു. തന്റെ അരനൂറ്റാണ്ട് നീണ്ട അനുഭവ സമ്പത്ത് നെറ്റ്വർക്ക് ന്യൂസുമായി പങ്കുവയ്ക്കുകയാണ് അഡ്വക്കേറ്റ് കെ വിജയകുമാർ. പയ്യന്നൂരുകാർക്ക് യാതൊരു മുഖവരിയുടെയും ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് കെ വിജയകുമാർ. അദ്ദേഹം തന്റെ പ്രവർത്തന പദത്തിൽ 50 വർഷം പൂർത്തിയാക്കുകയാണ്. 1975 ഞാൻ എൻറോൾ ചെയ്ത് അഡ്വക്കേറ്റായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ എത്തി 75 തന്നെ എൻ്റെ അച്ഛൻ അന്ന് MLA ആണ്, AV കുഞ്ഞമ്പു. അദ്ദേഹം എന്നെ കൂട്ടി തലശ്ശേരിയിൽ പോയി. തലശ്ശേരിയിൽ അഡ്വക്കേറ്റ് MK ദാമോദരനെ ഏൽപ്പിച്ചു. കാരണം അതുവരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും മറ്റും ഇടപെട്ട് അങ്ങനെ ഒരു നിയന്ത്രണമില്ലാണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. 4 കൊല്ലം MK ദാമോദരൻ്റെ ശിഷ്യത്വമാണ് എൻ്റെ ഇന്ധനം. അപ്പോൾ അതിൽ ആദ്യഘട്ടം മുതൽ തന്നെ പയ്യന്നൂരിൻ്റെ വളർച്ച എന്നത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. ഇന്ന് ശിവരാമൻ ജഡ്ജ് ഒക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അവരുടെ എല്ലാ സഹായത്തോടു കൂടിയിട്ട് അന്ന് ഉമാമഹേശ്വരിയർ, വാരിക്കര മാധവൻ നായനാർ, പിന്നെ അങ്ങനെ തുടങ്ങിയിട്ട് വളരെ VV കരുണാകരൻ പേര്, അങ്ങനെ പ്രമുഖരായ പ്രഗത്ഭരായ അഭിഭാഷകരുണ്ടായിരുന്ന സമയമാണ്. അവരുടെയൊക്കെ സഹായത്തോടു കൂടി പയ്യന്നൂരിൻ്റെ വളർച്ച, ആ വളർച്ചയിൽ മുൻനിരയിൽ നിന്നിട്ടുള്ള ഭീഷ്മാചാര്യന്മാരായിട്ടുള്ള അഡ്വക്കേറ്റ്സിൻ്റെ പിൻപറ്റി അവരോടൊപ്പം ഇങ്ങനെ നടക്കാനും വളർത്താനും ആ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ കാരണം എന്താണെന്നുള്ള അതിനൊരു വാചകമാണ് കാരണം. BA കഴിഞ്ഞുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, എനിക്കെന്തെങ്കിലും ഒരു ജോലിയാണ് ഇഷ്ടം. അത് സ്വാഭാവികമാണല്ലോ, ഈ BA കഴിഞ്ഞാൽ എല്ലാവർക്കും തോന്നുകയാണല്ലോ ജോലി. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാനൊരു കാര്യം പറഞ്ഞു, സഖാവ് AVയുടെ മകൻ എന്ന നിലയിൽ സഖാവ് AV വിളിച്ച് പറഞ്ഞിട്ട് ഒരു ജോലി നിനക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം ഞാനത് വിളിച്ച് പറയില്ല. 2, എവിടെയെങ്കിലും പോയിട്ട് ഞാൻ സഖാവ് AVയുടെ മകനാണ്, അതുകൊണ്ട് എനിക്കൊരു ജോലി വേണമെന്ന് പറയാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. ഇത് രണ്ടിൽ നിന്നും വ്യത്യസ്തമായി സ്വതന്ത്രമായി എന്തെങ്കിലും ഒന്ന് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്ക് പറ്റിയൊരു കാര്യം ഞാൻ പറയാം. LLBക്ക് പോകും, വക്കീലാവും, ചില്ലറ പൈസ എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. അല്ലാത്ത ഒരു ഗവൺമെൻറ് ജോലിയോ മറ്റൊരു ജോലിയോ ഞാൻ മുഖാന്തരം കിട്ടില്ല. പിന്നെ അല്ലാത്ത വഴികളുണ്ടോ എന്നുള്ളത് നിനക്ക് ആലോചിക്കാം. ഇപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. സത്യത്തിൽ അച്ഛൻ്റെ ഈ ഒരു ഉപദേശമാണ്, അല്ലെങ്കിൽ ഈ ഒരു വാചകമാണ് അച്ഛനൊരിക്കലും ഒരു കളങ്കം വരാതിരിക്കണം എന്നുള്ള എൻ്റെ ആഗ്രഹമാണ് ശരിക്ക് LLBയിലേക്ക് ഞാൻ എടുത്തു ചാടിയത്. അതുകൊണ്ട് ജീവിതത്തിൽ മറക്കാനാവാത്ത സംഭവം എന്ന് പറയാൻ അങ്ങനത്തെ ഒന്നുമല്ല. മറക്കാനാവാത്തൊരു സംഭവം ഉണ്ടായത് എൻ്റെ ഒരു ബ്രദറിൻ്റെ കേസാണ്. ഏതാണ്ട് എല്ലാവർക്കും അറിയാം. അവന് ഒരു 7 കേസുകളിൽ ഒന്നിച്ചു പിടിച്ചു. അല്ല, ജീവപര്യന്തം തടവുള്ള കേസുകളൊക്കെയാണ്. അന്നേരം ജീവപര്യന്തം തടവ് പറഞ്ഞാൽ പോസ്റ്റ് ഒട്ടിച്ചാലും ജീവപര്യന്തം തന്നെ, അങ്ങനെയാണ്. ആ കേസുകൾ പിന്നെ ഈ കോടതിയിലാണ്, അതായത് പയ്യന്നൂരിലത്തെ മജിസ്ട്രേറ്റ് കോടതിയിലാണ്. അത് സുമാരൻ എന്ന് പറഞ്ഞിട്ട് ജഡ്ജാണ്. സാധാരണ ഗതിയിൽ റിമാൻഡിങ് ജയിലിലേക്കായി മൂപ്പറ കൊണ്ടുവന്ന് ഹാജരാക്കി. അപ്പോൾ രാവിലെ ഞാനിങ്ങനെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ അമ്മ ഇങ്ങനെ ചോദിച്ചു, എന്താണ് വല്ല ജാമ്യം കിട്ടുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബുദ്ധിമുട്ടാണ്. എന്താ അമ്മക്ക് ജാമ്യം കിട്ടണമെന്നുണ്ടോയെന്ന് ചോദിച്ചു. രാഷ്ട്രീയമായ കാര്യങ്ങളിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കിയ ഒരാൾക്ക് അർഹതപ്പെട്ടത് മാത്രമേ കിട്ടാൻ പറ്റൂ. നക്സലൈറ്റിനെ അന്വേഷിച്ചൊരു മാർക്സിസ്റ്റ് പോലീസ് വരുമ്പോൾ അതേ അമ്മ കഥ തുറക്കും. ഒരു ഇങ്ങനെ വികാരപരിതനായിട്ട് അവിടെ നിന്ന് കോടതിയിൽ ഞാൻ ഒരു ദിവസം
ആ അമ്മക്ക് ഉറങ്ങാൻ ഒരു ദിവസം കൊടുക്കണ്ടേ, ഒരു രാത്രി കൊടുക്കണ്ടേ? ഇറങ്ങിപ്പോയി. പക്ഷെ ബെയിൽ ഗ്രാൻഡഡ് 7 മിനിറ്റ്. അവിടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു മനപ്രയാസവും വികാരമൊക്കെ. ഞാൻ പൊതുവെ അഭിനയിക്കൽ മാത്രമേ ഉള്ളൂ വികാരം, മറ്റ് അങ്ങനെ. പക്ഷേ ഇതെല്ലാം ഇങ്ങനത്തെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ ഒരുപാട് നമ്മളെ വല്ലാതെ കാർന്നു നിന്നിട്ടുണ്ട്. അതിൽ ശരിക്ക് അനുജൻ്റെ കാര്യത്തിൽ ഞാൻ 1-2 കേസ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തൻ്റെ കർമ്മപദത്തിൽ 50 വർഷം പൂർത്തിയാക്കുന്ന കെ വിജയകുമാർ സാറിന് എന്തായാലും നെറ്റ്വർക്ക് ടീമിൻ്റെയും ഭാവുകങ്ങൾ ആശംസിക്കുകയാണ്. ഇനിയും കർമ്മപദത്തിൽ വിരാജിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. കമുകിൻ തോട്ടങ്ങളിൽ അടയ്ക്ക വിളവെടുപ്പിന്റെ തിരക്കേറുന്ന കാലമാണിത്. എന്നാൽ യന്ത്രങ്ങൾക്കും തോട്ടിപ്രയോഗങ്ങൾക്കുമിടയിൽ ഒറ്റക്കയറ്റത്തിൽ തന്നെ 10ഓളം കമുകുകളിലെ അടയ്ക്ക പറിക്കാൻ സാധിക്കുന്ന പഴമയുടെ സാഹസികത നിലനിർത്തുന്ന രീതി പുതിയ കാലത്ത് ഒരു അപൂർവ കാഴ്ചയായി മാറുകയാണ്. ഒരു കമുകിൽ കയറി അവിടെ നിന്നും ആകാശത്തിലൂടെ അടുത്തടുത്തുള്ള കമുകുകളിലേക്ക് വലിഞ്ഞു മാറുന്ന തൊഴിലാളികളുടെ അഭ്യാസ പ്രകടനം കാണുന്നവരിൽ നിന്നും അത്ഭുതം ജനിപ്പിക്കുന്ന കാഴ്ചയാണ്. പണ്ടുകാലത്ത് വലിയ തോട്ടങ്ങളിൽ സർവ്വസാധാരണമായിരുന്ന ഈ രീതി ഇന്ന് അന്യം നിന്നു പോവുകയാണ്. നിലവിൽ പകുതി ദൂരം കമുകിൽ കയറി നീളമുള്ള തോട്ടി ഉപയോഗിച്ച് അടക്ക പറിക്കുന്ന രീതിയാണ് മിക്കയിടത്തും പിന്തുടരുന്നത്. എന്നാൽ വിദഗ്ധരായ തൊഴിലാളികൾ ഇപ്പോഴും താഴെയിറങ്ങാതെ കമുകിൻ മുകളിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്ന പഴയ രീതി ഉപയോഗിക്കാറുണ്ട്. ഒറ്റക്കയറ്റത്തിൽ തന്നെ 10ഓളം കമുകുകളിലെ അടക്ക പറിക്കുവാൻ ഈ രീതിയിലൂടെ സാധിക്കും. ഒരു കമുകിന്റെ മുകളിലെത്തിയാൽ ശരീരം ആഞ്ഞു പിടിച്ച് കമുക് വില്ലുപോലെ വളച്ച് തൊട്ടടുത്ത കമുകിന്റെ മണ്ടയിൽ പിടുത്തമിടും. ഓരോ കമുകിലും ഇറങ്ങിക്കയറുന്നതിനുള്ള സമയവും അധ്വാനവും ഇതിലൂടെ ലാഭിക്കാം. ഇതൊരു വലിയ കലയാണ്. കൃത്യമായ ബാലൻസും ചടുലതയും വേണം. കാറ്റുള്ള സമയങ്ങളിൽ ഇത് കൂടുതൽ അപകടകരവുമാണ്. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയിൽപ്പെട്ടവർ ഈ രീതി പഠിക്കാൻ താല്പര്യവും കാണിക്കുന്നില്ല. സുരക്ഷാ സംവിധാനങ്ങളും യന്ത്രസഹായവും വർദ്ധിച്ചതോടെ ഇത്തരത്തിലുള്ള സാഹസിക ദൃശ്യങ്ങൾ വരുംകാലങ്ങളിൽ ഒരു ഓർമ്മ മാത്രമായി മാറിയേക്കാം. എങ്കിലും കമുകിൻ മുകളിൽ നിന്ന് കമുകിൻ മുകളിലേക്ക് പറക്കുന്ന മനുഷ്യരുടെ ഈ പ്രകടനം എന്നും ഗ്രാമീണ കാഴ്ചകളിലെ വിസ്മയമായി തന്നെ നിലനിൽക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി സൗഹൃദ കൃഷി പരിശീലനം സംഘടിപ്പിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MB രവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി സൗഹൃദ കൃഷി പരിശീലന പരിപാടി ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MB രവി ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ പരിപോഷിപ്പിച്ചുകൊണ്ട് ജീവിതശൈലി രോഗങ്ങളെ അടക്കം തടയാൻ ആവശ്യമായ നിലയിലുള്ള വലിയ ബോധവൽക്കരണമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൃഷി വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒക്കെ ഉണ്ടാകുന്നത്. അത് കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ കേരളീയ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ രോഗികളുണ്ടാകുന്നത്, മാരക രോഗങ്ങളടക്കം പിടിപെടുന്നത് വിഷാംശം കലർന്ന പച്ചക്കറികളും ഭക്ഷ്യവസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ടാകുന്നത് ഇതിനകം പഠനം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ത്യയിൽ ആകെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മികച്ച സംസ്ഥാനമാണ് കേരളം എല്ലാ കാര്യത്തിലും. CDS ചെയർപേഴ്സൺ E വസന്ത അധ്യക്ഷത വഹിച്ചു. അഗ്രി CRP നസീറ സ്വാഗതം പറഞ്ഞു. പരിസ്ഥിതി സൗഹൃദ കൃഷി, ജൈവ കീടനാശിനികൾ, നാച്ചുറൽ ഫാമിംഗ് തുടങ്ങിയ കൃഷിരീതികളെക്കുറിച്ച് ചെറുതാഴം കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രമേശൻ പേരൂൽ പരിശീലനം നൽകി. കുടുംബശ്രീ JLG കർഷകരെ പരിസ്ഥിതി സൗഹൃദ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഇത്തരത്തിൽ പരിശീലനം സംഘടിപ്പിച്ചത്. ജൈവ കീടനാശിനികളും ജൈവവളവും ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതിലൂടെ ജൈവ പച്ചക്കറികൾ വിപണിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിശീലനം സംഘടിപ്പിച്ചത്. ചെറുതാഴം കുടുംബശ്രീ CDSലെ JLG ഗ്രൂപ്പിലെ കർഷകരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലോയേഴ്സ് കോൺഗ്രസ് പയ്യന്നൂർ യൂണിറ്റ് കമ്മിറ്റി വായ മൂടിക്കെട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. പയ്യന്നൂർ സബ് കോടതി പരിസരത്തു നടത്തിയ പരിപാടി ലോയേഴ്സ് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. അഭിഭാഷക സംരക്ഷണ നിയമം നടപ്പിലാക്കുക, ക്ഷേമനിധി തുക 30 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് പയ്യന്നൂർ യൂണിറ്റ് കമ്മിറ്റി വായ മൂടിക്കെട്ടി പ്രതിഷേധം സംഘടിപ്പിച്ചു. പയ്യന്നൂർ സബ് കോടതി പരിസരത്തു നടത്തിയ പരിപാടി ലോയേഴ്സ് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് DK ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നൌഷാദ് വാഴവളപ്പിൽ അധ്യക്ഷത വഹിച്ചു.
സീനിയർ അഭിഭാഷകരായ VK രവീന്ദ്രൻ, K പത്മനാഭൻ, DK കുഞ്ഞിക്കണ്ണൻ, TK സജി, KP സന്തോഷ്, ജയനാരായണൻ PK, ഷീജ കാവിന്റരികത്ത്, TV തസ്ലീന എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷൻ എരമം കുറ്റൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDS സംയുക്ത ആഭിമുഖ്യത്തിൽ അഗ്രോ ഇക്കോളജിക്കൽ പ്രാക്ടീസ് ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷൻ എരമംകുറ്റൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ അഗ്രോ ഇക്കോളജിക്കൽ പ്രാക്ടീസ് ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ഈ കൃഷി ആധുനിക കൃഷിയിൽ നിന്നും വ്യത്യസ്തമായി പാരിസ്ഥിതികമായ ഒരു കൃഷി രീതിയിലേക്ക് മാറുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ ഈ അടുത്ത കാലത്ത് മരിച്ചിട്ടുള്ള ഗാഡ്ഗിൽ എന്ന് പറയുന്ന ആൾ. ഏറ്റവും വലിയ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിരുന്നു. പക്ഷെ അയാളെ നമ്മളിൽ വല്ലാത്ത രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് കേരളത്തിലത്തെ പശ്ചിമഘട്ടത്തെ ആകമാനം തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനമാണ്, വലിയ ഇടപെടലാണ്. അദ്ദേഹം 3-4 വർഷങ്ങളുടെ വലിയ ഗവേഷണത്തിന്റെ ഭാഗമായി നമ്മുടെ പശ്ചിമഘട്ട നിര ആകമാനം തന്നെ എന്ന് പറഞ്ഞാൽ ഈ പശ്ചിമഘട്ട നിരയെ ആകമാനം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ കാലാവസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയൂ, അതുപോലെ തന്നെ നമ്മുടെ കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയൂ. മികച്ച കൃഷി അസിസ്റ്റന്റിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ സുരേഷ് കുറ്റൂർ ക്ലാസ് എടുത്തു. CDS ചെയർപേഴ്സൺ ആലിസ് ജോയ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ P രാമചന്ദ്രൻ, മധുസൂദനൻ മാസ്റ്റർ, KP ശ്രീന, T വത്സല തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണവുമായി പാർവണ. സ്പോർട്സ് കൗൺസിലിന്റെയും ഒളിമ്പിക് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ കോട്ടയത്ത് വെച്ച് നടന്ന സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിലാണ് കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി പാർവണ ഇരട്ട സ്വർണം നേടിയത്. സ്പോർട്സ് കൗൺസിലിന്റെയും കരാട്ടെ അസോസിയേഷന്റെയും സംയുക്തമായി നടത്തിയ കോട്ടയത്തെ 46ാമത് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ വിജയിയായ 2 ഐറ്റത്തിൽ വിജയിയായ സ്വർണ്ണ മെഡൽ നേടിയ പാർവണയാണ് നമ്മുടെ കൂടെയുള്ളത്. എന്തൊക്കെയാണ് പാർവണ, അതിന്റെ വിശേഷങ്ങളൊന്ന് പങ്കുവെക്കാമോ? തുടർച്ചയായി 5 വർഷങ്ങളിലായി ഞാൻ സംസ്ഥാന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ഫസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നും കിട്ടിയിട്ടുണ്ടായിട്ട. രണ്ടാമത്തെ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടി. 2023 നടന്ന സ്റ്റേറ്റ് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ 2 ഗോൾഡ് മെഡൽ ഉണ്ടായിരുന്നു. കത്ത, കുമിത്തെ വിഭാഗത്തിൽ 2 ഗോൾഡ് മെഡൽ. 2024 ഇൻഡിവിജ്വൽ പെർഫോമൻസിന് കത്തക്ക് 1 ഗോൾഡ് മെഡൽ. ഈ വർഷം 2 ഇനത്തിലും ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. ആരുടെ കീഴിലാണ് ഇത് പഠിക്കുന്നത്? പയ്യന്നൂർ അഞ്ജന മിസ്സിൻ്റെയും ആനന്ദ് സെൻസൈയുടെയും കീഴിലാണ് കരാട്ടെ പഠിക്കുന്നത്. അലന്തിലെ കരാട്ടെ പയ്യന്നൂർ സ്കൂളിൽ. എത്ര വർഷമായിട്ടുണ്ട് ഇപ്പോൾ കരാട്ടെ അഭ്യസിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 2ാം ക്ലാസ് തൊട്ട് അഭ്യസിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കരാട്ടയിൽ ഒരു ആകർഷണം തോന്നി അത് പഠിക്കണമെന്ന് തീരുമാനമെടുത്തത് എന്തുകൊണ്ടാണ്? ഫസ്റ്റ് എനിക്ക് സ്പോർട്സിലെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം പഴയ വീടുണ്ടാകുമ്പോൾ അവിടെ അതിൻ്റെ അടുത്ത ക്ലബ്ബിൽ കരാട്ടെ തുടങ്ങി. അപ്പോൾ പോയേരം ഇഷ്ടപ്പെട്ടു, പിന്നെ അത് തുടർച്ചയായി കൊണ്ടുപോയി. അപ്പോൾ ഇപ്പം ചെറിയ കുട്ടിയെ കൂടി ക്ലാസ് എടുക്കുന്ന പാർവണയാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ എങ്ങനെയാണ് പാർവണ ആ ഒരു പഠിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിയത്? ടീച്ചർ പഠിപ്പിക്കുന്ന കാണുമ്പോൾ എനിക്ക് പഠിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കരാട്ടെ. അപ്പോൾ ഞാൻ കൗണ്ട് ചെയ്യാനെല്ലാം തുടങ്ങി. അന്നേരം ടീച്ചർ പറഞ്ഞു ബ്ലാക്ക് ബെൽറ്റ് സെക്കൻഡ് ഡാനാണ് ഞാനിപ്പം. അപ്പം ബ്ലാക്ക് എടുത്തപ്പോൾ ടീച്ചർ പറഞ്ഞു ക്ലാസ് തുടങ്ങിക്കോ. അപ്പോൾ കിസാൻ ഗ്രൗണ്ടിൽ ക്ലാസ് തുടങ്ങി. അപ്പോൾ കുറേ പിള്ളേരെല്ലാം വരാൻ തുടങ്ങി. പിന്നെ അത് തുടർച്ചയായി കൊണ്ടല്ലേ. അപ്പോൾ ഇപ്പോൾ എത്ര കുട്ടികളുടെ ടീച്ചറാണ് പാർവണ? 20 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾ എടുക്കുന്നതിൽ സപ്പോർട്ട് എങ്ങനെയാണ്? ഒരു ടീച്ചർ എന്നുള്ള ബഹുമാനാണോ അല്ല ഒരു ഫ്രണ്ടിനെ പോലെയാണോ? എങ്ങനെയാണ് അവരുടെ പെരുമാറ്റം? 2 രീതിയിലും ഉണ്ട്. ടീച്ചർ എന്നുള്ള ഇടക്ക് ഫ്രണ്ട്ലി ആണ്, ഇടക്ക് ടീച്ചർ എന്നുള്ള രീതിയിൽ ബഹുമാനം. അതുപോലെ ഇപ്പോൾ പെൺകുട്ടികൾ ഈ കരാട്ടെ പഠിച്ചതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? സെൽഫ് ഡിഫെൻസിന് നല്ലതാണ് കരാട്ടെ. ഇപ്പം ആരെങ്കിലും നമ്മളെ ആക്രമിക്കാൻ വന്നാൽ നമുക്ക് സ്വയം രക്ഷ നേടാൻ ഏതെങ്കിലും മാർഷൽ ആർട്ട് പഠിക്കുന്നത് നല്ലതാണ്. അതാണ് അഭിപ്രായം. കോട്ടയത്ത് പോകുന്നതിൻ്റെ തലേന്ന് വീടിൻ്റെ ഹാളിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പം സോഫയുടെ എൻ്റെ കാലിൻ്റെ റൈറ്റ് കാലിൻ്റെ അടിഭാഗത്ത് കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ വീങ്ങി വന്നു. അപ്പം പിറ്റേന്ന് രാവിലെ ട്രെയിനിൽ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പേ വൈദ്യരെടുക്ക പോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു കെട്ടണം എന്ന് പറഞ്ഞിട്ട് കാല് കെട്ടി ട്രെയിനിൽ പോയി അവിടെ എത്തി. പിറ്റേന്ന് മത്സരമായാലും അവർ പറഞ്ഞു കെട്ടിയിട്ട് മത്സരിപ്പിക്കില്ല പറഞ്ഞാടും കെട്ടയച്ച് പ്രാക്ടീസ് ചെയ്തു. അവിടുന്ന് മത്സരിച്ചിട്ട് നാട്ടിൽ വരുമ്പോൾക്ക് നല്ലോണം വീങ്ങി. എന്നിട്ട് ആദ്യം കെട്ടി കാക്ക്. ആ ഒരു പ്രതിസന്ധിയിലും എന്തായാലും തളരാതെ മത്സരിക്കാൻ തയ്യാറായി
അല്ലേ? ഇങ്ങനത്തെ ഈ സ്പോർട്സ് ഐറ്റത്തിനൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി വെയ്റ്റ് അതിലൊരു പ്രധാന ഘടകമാണ്. അതിപ്പം അവർ പറയുന്നൊരു രീതിയിൽ വെയിറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കില്ല. അപ്പോൾ അതിന് ബോഡി വെയ്റ്റ് നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ വ്യായാമങ്ങളാണ് ചെയ്യുന്നത്? സ്കൂൾ ഗെയിംസിനപ്പോൾ എൻ്റെ ബോഡി വെയിറ്റ് കുറച്ചും കൂടി കുറച്ചിട്ട് ഇറങ്ങാൻ പറഞ്ഞു. അപ്പം 49 കിലോ ഞാൻ ഉണ്ടായിന്. അപ്പോൾ 48 താഴെ പറ്റുമല്ലോ. അപ്പം രാവിലെ എണീച്ചിട്ട് വർക്കൗട്ട് ചെയ്യും. പിന്നെ അരിയാഹാരം കഴിക്കലുണ്ടായിട്ട, പകരം ചപ്പാത്തി വെജിറ്റബിൾസ് എല്ലാം കഴിക്കാൻ തുടങ്ങി. വർക്കൗട്ട് ചെയ്ത് പിന്നെ അത് കുറച്ചു വെയിറ്റ്, പിന്നെ ഇപ്പോൾ 46 നേരം. അപ്പോൾ എന്തായാലും ഇനിയുള്ള വർഷങ്ങളിലും ഇതുപോലെ അതിൻ്റെ പിൻഗാമിയായി ഒരുപാട് അവാർഡുകളും അതുപോലെ വ്യക്തിഗത ഇനത്തിലും ഗ്രൂപ്പ് ഇനത്തിലും ഒക്കെ വിജയിച്ച് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറാമാൻ പവിത്രൻ കണ്ടത്തിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. രോഗ ദുരിതങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് സാന്ത്വനമേകി പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയും നഗരസഭയും സംയുക്തമായി സംഘടിപ്പിച്ച ഹൃദയസ്പർശം ആരോഗ്യം ആനന്ദം വൈബ് ഫോർ വെൽനസ് സാന്ത്വന സംഗമം ശ്രദ്ധേയമായി. പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന പരിപാടി പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. രോഗാവസ്ഥയിൽ നിസ്സഹായരാകുന്ന മനുഷ്യരെ പൊതുസമൂഹം ഹൃദയത്തോട് ചേർത്തു നിർത്തുന്നിടത്താണ് ഇത്തരം ദിനാചരണങ്ങൾ പ്രസക്തമാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മോഹനൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ആശുപത്രി സീനിയർ PRO ജാക്സൺ ഏഴിമല സ്വാഗതം പറഞ്ഞു. ഗിന്നസ് ജേതാവ് ഗണേഷ് കുമാർ കുഞ്ഞിമംഗലം മുഖ്യാതിഥിയായി. ഡോക്ടർ ജയരാജ് പാലിയേറ്റീവ് ദിന സന്ദേശം നൽകി. നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ M രാമകൃഷ്ണൻ, സീമ ടീച്ചർ, TV ഷീബ, കൗൺസിലർ TV രജിത എന്നിവർ സംസാരിച്ചു. പാലിയേറ്റീവ് രംഗത്തെ സജീവ സാന്നിധ്യമായ മുകുന്ദൻ, ഡോക്ടർ VC രവീന്ദ്രൻ, ഫായിസ് കൗവായി, ഫറൂഖ് മെട്രോ, ഡോക്ടർ സുജ വിനോദ്, ഡോക്ടർ സാജൻ, വിലാസിനി, ഗീത, സന്തോഷ്, രാധാകൃഷ്ണൻ, പയ്യന്നൂർ പകൽവീട് നഴ്സിംഗ് ഓഫീസർ ജിനിയ ജോസഫ്, കമ്മ്യൂണിറ്റി നഴ്സ് ശ്രീജ തുടങ്ങിയവർ സംബന്ധിച്ചു. ആദർശ് കണിയാട്ടുപറമ്പിലിന്റെ നേതൃത്വത്തിൽ മ്യൂസീഷ്യൻസ് വെൽഫെയർ അസോസിയേഷൻ പ്രവർത്തകർ ഒരുക്കിയ സംഗീത സാന്ത്വനം പരിപാടിയുടെ ഭാഗമായി നടന്നു. ക്രസന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ സൂംബ നൃത്തവും ഫ്ലാഷ് മോബും ഉണ്ടായി. MRCDയിലെ കുട്ടികളും പയ്യന്നൂർ പകൽവീട് കുടുംബാംഗങ്ങളും നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പരിചരണാർഹരും കൂട്ടിരിപ്പുകാരും ഒത്തുചേർന്നു. മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാരും അധ്യാപകരും പൊതിച്ചോറുകൾ എത്തിച്ചു. BKM മെമ്മോറിയൽ ഹോസ്പിറ്റൽ, മെഡിലാബ് പയ്യന്നൂർ, ആയിഷാനി ഡയഗ്നോസ്റ്റിക്സ്, 123 ഫാർമ എന്നീ സ്ഥാപനങ്ങൾ പരിപാടിക്ക് പിന്തുണ നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന പാലിയേറ്റീവ് വാരാചരണത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം സംഘടിപ്പിച്ചു. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ് സാന്ത്വന സന്ദേശം നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാന്ത്വന പരിചരണ രംഗത്ത് 2 പതിറ്റാണ്ട് പിന്നിട്ട സന്നദ്ധ സേവന സംരംഭമായ പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഈ വർഷത്തെ പാലിയേറ്റീവ് കെയർ ദിനം പാലിയേറ്റീവ് വാരാചരണമായി ജനുവരി 15 മുതൽ 21 വരെ സംഘടിപ്പിക്കുന്നു. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികളിൽ ബോധവൽക്കരണം, പാലിയേറ്റീവ് സ്റ്റാമ്പ് വിതരണം, പരിചരണാർത്ഥികളുടെ വീടുകളിലേക്ക് സാന്ത്വന സന്ദർശനം, വിവിധ സ്ഥാപനങ്ങളിൽ കളക്ഷൻ ബോക്സ് വിതരണം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്നു. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സാന്ത്വന സന്ദേശം നൽകി. ഡോക്ടർ VC രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കളക്ഷൻ ബോക്സ് ധനസമാഹരണത്തിൽ മികച്ച പിന്തുണ നൽകിയ രവീന്ദ്രൻ CVയെ ചടങ്ങിൽ ആദരിച്ചു. A മഹേഷ്, TV ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരളത്തിൽ നൽകിവരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 5000 രൂപയായി ഉയർത്തണമെന്ന് കേരള സീനിയർ സിറ്റിസൺ ഫോറം കാസർഗോഡ് ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കാലിക്കടവ് കരക്കക്കാവ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. 70 വയസ്സു കഴിഞ്ഞ മുഴുവൻ മുതിർന്ന പൗരന്മാർക്കും സാമ്പത്തിക പരിധി നോക്കാതെ കേന്ദ്ര സർക്കാർ നൽകുന്ന വയോവന്ദന കാർഡിലൂടെയുള്ള 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ സഹായ പദ്ധതി കേരളത്തിൽ ഉടൻ നടപ്പാക്കണമെന്ന് സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ സമ്മേളനം അംഗീകരിച്ച മറ്റൊരു പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കാലിക്കടവ് കരക്കക്കാവ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരളം ഇതര സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമാണ്. നമ്മുടെ ഉയർന്ന സാക്ഷരത, ഉയർന്ന സാംസ്കാരിക ബോധം, ഉയർന്ന രാഷ്ട്രീയ ബോധത, അങ്ങനെയെല്ലാം അത്ഭുതമായ ഘടകങ്ങളുണ്ട്. ഈ ഉയർന്ന സാക്ഷരതയിലേക്ക് കേരളം എത്തിയപ്പോൾ സ്ത്രീ സാക്ഷരതയും വരുന്നു. ആ സ്ത്രീ സാക്ഷരത ഉയർന്നത് കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ വലിയ ഗണ്യമായ മാറ്റമുണ്ടാക്കാൻ സഹായിച്ചു.
ടി അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. കെ സുകുമാരൻ, സി വി ചന്ദ്രൻ, എം മനു, പി പി സുകുമാരൻ, ബി എം കുമാരൻ, എം ഗംഗാധരൻ, കെ ടി ശിവദാസ് എന്നിവർ പ്രസംഗിച്ചു. ജനറൽ കൗൺസിൽ യോഗം കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. രത്നാകരൻ പിലാത്തടം, കെ സി മൈക്കിൾ, പി പി അടിയോടി, മുരുകപ്പൻ ആചാരി, ജോർജ് വർഗീസ്, YMC ചന്ദ്രശേഖരൻ, പി നാരായണൻ അടിയോടി, ടി വി വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് നടന്ന വയോജന സംഗമം സിനിമാ നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. എ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ കോളേജ് സുഹൃതം ചാരിറ്റബിൾ ട്രസ്റ്റ് പയ്യന്നൂർ കോളേജിലെ ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. പയ്യന്നൂർ കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടി പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോളേജ് 1989-91 PDC സയൻസ് ബാച്ച് അലുമിനി സുഹൃതം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ കോളേജിലെ ബിരുദ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം നടന്നു. പയ്യന്നൂർ കോളേജ് സെമിനാർ ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പയ്യന്നൂർ കോളേജ് പൊതുവിൽ വടക്കേ മലബാറിലെങ്കിലും പല വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളുമെല്ലാം വളരെ അസൂയോടെ കാണുന്ന ഒരു ക്യാമ്പസാണ് പയ്യന്നൂർ കോളേജ് എന്ന് പറയുന്നത്. വലിയ നിലയിൽ എല്ലാ രംഗത്തും, അത് അക്കാഡമിക് രംഗമായിക്കോട്ടെ, അക്കാദമികേതര രംഗമായിക്കോട്ടെ, നല്ല മുന്നേറ്റം കൈവരിച്ച് എല്ലാ കാലത്തും ഒരു പേര് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു മഹനീയമായ സ്ഥാപനമായിട്ട് നമ്മുടെ കോളേജിന് മാറാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. കോളേജ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന നിലയിൽ അതിൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സമയത്താണ് കോളേജിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് രൂപം കൊടുത്തൊരു സംഘടന പയ്യന്നൂർ കോളേജിലെ സയൻസ് ബിരുദ വിദ്യാർത്ഥികൾക്ക് സയൻസ് വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം നടത്താൻ തീരുമാനിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത്. സുഗതൻ കെ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VM സന്തോഷ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സരിത CP, OV സുരേഷ് കുമാർ, ഡോക്ടർ വിനോദ് കുമാർ T, അശോക് OV, ഷീന പ്രമോദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. AICPMF എക്സ് സർവീസ്മെൻ വെൽഫെയർ അസോസിയേഷൻ വാർഷിക സമ്മേളനം ജനുവരി 28 നടക്കും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. AICPMF എക്സ് സർവീസ്മെൻ വെൽഫെയർ അസോസിയേഷൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി 20ാം വാർഷിക സമ്മേളനം ജനുവരി 18 നടക്കും. രാവിലെ 9 ജവഹർ ഓഡിറ്റോറിയത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KV സുമേഷ് MLA, RTC CRPF പെരുങ്ങോം, ഡോക്ടർ KH സുബ്രഹ്മണ്യൻ, പ്രൊഫസർ ലൂസി മാത്യു, 131 BNBSF നാദാപുരം, കണ്ണൂർ എയർപോർട്ട്, CISF പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. CGHS വെൽനസ് സെന്റർ കണ്ണൂരിൽ ആരംഭിക്കാൻ നേതൃത്വം നൽകിയ PK ശ്രീമതി, KK രാകേഷ്, EP നാരായണൻ പെരുവണ്ണാൻ, രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവന മെഡൽ നേടിയവർ, മുതിർന്ന അംഗങ്ങൾ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകും. C ബാലകൃഷ്ണൻ, N സതീഷ് കുമാർ, T വിജയൻ, N കുഞ്ഞിരാമൻ, K സനാതനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അന്നൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം അന്നൂർ പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്നു. KSSPU കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം A രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34ാം വാർഷിക സമ്മേളനം അന്നൂർ പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്നു. KSSPU കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം A രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ കൊക്കാഞ്ചേരി നടത്തിയ യൂണിറ്റ് സമ്മേളനത്തിലും അവരുടെ പ്രാതിനിധ്യം 50% എന്ന രീതിയിലായിരുന്നു എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ഓരോ യൂണിറ്റ് സമ്മേളനങ്ങളും നടക്കാൻ പോവുകയാണ് എന്നാണ് പറയാനുള്ളത്. പ്രസിഡന്റ് VM രാജീവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ P ബാലകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. നാരായണീയം അക്ഷരശ്ലോക മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ P സരസ്വതിയെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. BP രഘുനാഥൻ നായർ, TK രമേശൻ, AK സുകുമാരൻ, KK രാജലക്ഷ്മി, PV ലക്ഷ്മണൻ നായർ, NV കുഞ്ഞിരാമൻ, M വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാതമംഗലം പുനിയംകോട് തായ്പാര ദേവത തെക്കൻ കരിയാത്തൻ ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. ജനുവരി 15 മുതൽ 17 വരെയാണ് കളിയാട്ട മഹോത്സവം.
മാതമംഗലം പുനിയങ്കോട് തായ്പര ദേവത തെക്കൻ കരിയാത്തൻ ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. ജനുവരി 17 വരെയാണ് കളിയാട്ട മഹോത്സവം. തൃപ്പന്നിക്കുന്ന മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് ക്ഷേത്രത്തിൽ പഞ്ചശത ദീപം തെളിയിക്കലും കളിയാട്ട ആരംഭവും ഉണ്ടായി. ജനുവരി 16 രാത്രി 9:30 മാജിക് ഫ്യൂഷൻ കലാപരിപാടി നടക്കും. തുടർന്ന് വിഷ്ണുമൂർത്തി, രക്തചാമുണ്ടി, തായ്പര ദേവത ദൈവക്കോലങ്ങളുടെ തിടങ്ങൽ തോറ്റം. പുലർച്ചെ 2 മണിക്ക് കുടിവീരൻ തെയ്യത്തിന്റെ പുറപ്പാട്. 17 രാവിലെ മുതൽ വൈകുന്നേരം വരെ വിവിധ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട്. കളിയാട്ട ദിവസങ്ങളിൽ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുന്ന എല്ലാവർക്കും അന്നദാനവും ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കല്യാശ്ശേരി ബ്ലോക്ക് MERCയുടെ വിപണനമേള ശ്രദ്ധേയമായി. 8 പഞ്ചായത്തുകളിലെ വിവിധ കുടുംബശ്രീ യൂണിറ്റുകൾ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളാണ് മേളയിൽ ഉൾപ്പെടുത്തിയത്. കല്യാശ്ശേരി ബ്ലോക്ക് MERCയുടെ വിപണനമേള ശ്രദ്ധേയമായി. 8 പഞ്ചായത്തുകളിലെ വിവിധ കുടുംബശ്രീ യൂണിറ്റുകൾ തയ്യാറാക്കിയ പലഹാരങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമാണ് മേളയിൽ ഉൾപ്പെടുത്തിയത്. M യാസീന, TP ലിജി, VS സൗമ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മലയാളത്തിന്റെ അനശ്വര ഭാവഗായകൻ P ജയചന്ദ്രൻ അനുസ്മരണ ഭാഗമായി തൃക്കരിപ്പൂർ തെക്കുംപാട് യുവജന ഗ്രന്ഥാലയം മ്യൂസിക് ക്ലബിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുത്ത ജയചന്ദ്രൻ ഗാനങ്ങൾ അവതരിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം ലൈബ്രറി കൗൺസിൽ ഹോസ്ദുർഗ് താലൂക്ക് സെക്രട്ടറി P വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഭാവഗായകൻ P ജയചന്ദ്രൻ പാടിയ മലയാളം, തമിഴ് സിനിമാ ഗാനങ്ങൾ പ്രൊഫഷണൽ ഗായകരും നാട്ടിലെ വിവിധ സ്ഥലങ്ങളിലുള്ള പാട്ടുകാരും ട്രാക്ക് സംഗീതത്തിന്റെ അകമ്പടിയിൽ ആലപിച്ചു. രാസാത്തി 1 എന്ന് തുടങ്ങുന്ന തമിഴ് ഹിറ്റ് സിനിമാ ഗാനം മ്യൂസിക് ക്ലബ് പ്രസിഡന്റും പ്രൊഫഷണൽ ഗായകനും അനുസ്മരണ ചടങ്ങിന്റെ അധ്യക്ഷനുമായ സാരംഗി രവിചന്ദ്രൻ ആലപിച്ചു. പ്രൊഫഷണൽ ഗായകൻ വൈഷ്ണവ് നിലമ്പൂർ, കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം സജിത് പലേരി ഉൾപ്പെടെ 13 പരം ഗായകർ പാട്ടുകൾ പാടി. ജയചന്ദ്രൻ ആലപിച്ച കരിമുകിൽ കാട്ടിലെ എന്ന ഗാനം ജിനേഷ് പണിക്കർ പുല്ലാങ്കുഴലിൽ വാദനം നടത്തി. തെക്കുംപാട് യുവജന ഗ്രന്ഥാലയം മ്യൂസിക് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ജയചന്ദ്രൻ അനുസ്മരണം ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി P വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥാലയം പ്രസിഡന്റ് VK രതീശൻ, സെക്രട്ടറി K അശോക് കുമാർ, M സുഷമ, TV ലളിത, K സുരേഷ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.